ശരിക്കും പറഞ്ഞാൽ പറ്റിക്കപ്പെടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ എഫിൽ നിന്നൊരു കൺഫർമേഷൻ ന്യൂസ് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മുന്നിൽ പറയുന്ന വാക്കുകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എഫിൽ നിന്ന്, അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഇതുപോലത്തെ ഒരു കൺഫർമേഷൻ മെസ്സേജ് ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒടുവിൽ എഫ് കൺഫേം ചെയ്തിരിക്കുകയാണ്, ലയണൽ മെസ്സി കേരളത്തിൽ എത്താൻ പോവുകയാണ്. 130 കോടി അഗ്രിമെന്റിലാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. എഫ് കൺഫേം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലയണൽ സ്കലോണിയുടെ കീഴിലുള്ള കിടിലൻ അർജന്റീൻ ടീം, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ ഇതിഹാസം ലയണൽ മെസ്സി, മാക്കലിസ്റ്റർ, ഡിപോൾ, അതുപോലെ തന്നെ അൽവാറസ്, കിടിലൻ ടീം എവിടെ എത്താൻ പോവുകയാണ്. മാർട്ടിനസ് ഒക്കെ അടങ്ങിയ കിടിലൻ ടീം കേരളത്തിൽ എത്താൻ പോവുകയാണ് അല്ലെ. ഈ ഒരു വർഷം 2025 നവംബറിൽ 10-നും 18-നും ഇടയിൽ നടക്കുന്ന 2 ഫ്രണ്ട്ലി മാച്ചുകൾക്കാണ് കേരളത്തിൽ ലയണൽ മെസ്സി വരാൻ പോകുന്നത്. ഇത് നടക്കാം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 100%, ഈ ഒരു കാര്യം ഇപ്പോൾ 100% കൺഫേംഡ് ആയിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ഇത് നടക്കാൻ, ചിലപ്പോൾ ഇത് നടക്കാതിരിക്കാം. കാരണം കേരളത്തിന്റെ വെതറിന്റെ കണ്ടീഷനൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അത് ക്യാൻസൽ ആവാം. അതുപോലെ തന്നെ നിലവിലെ അർജന്റീൻ ടീമിന്റെ സിറ്റുവേഷൻ അവിടെ ബാഡ് ആവുകയാണെങ്കിലും ആ ഫ്രണ്ട്ലി മാച്ചുകൾ ക്യാൻസൽ ആവാം. എനിവേ ഇത് എപ്പോഴും വേണമെങ്കിലും ക്യാൻസൽ ആവാം, അത് അത്ര കൺഫേംഡ് അല്ല. പക്ഷേ ഈ ഒരു കാര്യം എഫ് കൺഫേം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ സൈഡിൽ നിന്നും നമ്മുടെ സൈഡിൽ നിന്നും കൺഫർമേഷൻ കംപ്ലീറ്റ് ആയി. സോ അർജുന എന്തായാലും തീർച്ചയായിട്ടും ലയണൽ മെസ്സി കേരളത്തിൽ എത്താൻ പോവുകയാണ് അല്ലേ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഫേക്ക് ന്യൂസ് ആണ്, ഇതൊന്നും വരാൻ പോകുന്നില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷെ ഒടുവിൽ അദ്ദേഹം അത് നടത്താൻ പോകുന്നില്ല. ഇത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ്. കാരണം ലയണൽ മെസ്സി കേരളത്തിന്റെ മണ്ണിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് ആണ്. ഒരു സ്പോർട്സ് മിനിസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹം അതിന് ബാക്കിൽ നടന്ന ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടൊക്കെ തന്നെ അതിനൊരു ഹാറ്റ്സ് ഓഫ്. ഓക്കെ, എനിവേ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ സമീപിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈൻഡ്.